ഞാനേ നമ്മള് നാട്ടിൽ ഒന്ന് രണ്ട് പരിപാടിയൊക്കെ നോക്കിയതാണല്ലോ. ഒന്നും അങ്ങോട്ട് ഒരു ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഗൾഫ് പോകാനുള്ള പരിപാടി ഉണ്ടല്ലേ. ഈ പോയാൽ തിരക്കിടില്ലാന്നുണ്ട്. പിന്നെ ആ പോണാണ് വരുന്നത്. ആളല്ല കത്തിയാ. അത് ചിലപ്പോ കൗത്താർക്കും. ഞാൻ വല്ല എസ്കേപ്പ് ആവാ. അല്ല നിങ്ങളെന്താ വെച്ചാൽ കണ്ടേ. ഹലോ സംസോ സംസ് സംസോ എന്താടാ വർത്താനം? കണ്ടിട്ട് കൊറേ കാലായല്ലോ. പണി ചുറ്റിലൊന്നും ഇല്ല ഇപ്പൊ? പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പൊ ഞാനിപ്പോ ഒന്ന് രണ്ട് ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടത്തിന്നല്ലോ. അപ്പൊ അതിലൊന്നും ഒരു വിജയം ഇല്ലാത്തോണ്ട് ഞാന് എന്താ വെച്ചാല് ഗൾഫ് പോകാനുള്ള ഒരു പരിപാടിയാണ്. ഗൾഫ് പോണം. ഗൾഫ് പോയാലേ 10 റുപ്യ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനെ ഇറങ്ങിട്ട് ഒരു കാര്യമില്ല. എനിക്കിപ്പോ എന്താ വെച്ചാല് ഞാനിപ്പോ പോകാനുള്ള തീരുമാനം തന്നെയാണ്. എനിക്കിപ്പോ അങ്ങനെ ഒരു രണ്ട് മനസ്സാണ്. എന്താ പ്രശ്നം? അല്ല അങ്ങനെയല്ല, ഞാനിപ്പോ ഇവിടെ പോയാൽ എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇവിടെ ഒറ്റയ്ക്കാവുമല്ലോ എന്നുള്ളൊരു നമ്മളെ പെണ്ണുകളും കുട്ടികളൊക്കെ വിട്ടാണ് പോകാറുമ്പോ ആ ഒരു പ്രയാസം എനിക്ക് പിന്നെ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. അല്ല ഞാനെന്താ വെച്ചാല് എനിക്കിപ്പോ കുട്ടികളെ ഒറ്റയ്ക്കിട്ട് പോകണല്ലോ. ആ ഒരു ബേജാറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇപ്പൊ ഒരു പരിപാടി നടക്കണില്ല. ഒരു പരിപാടി നടക്കൂല. ഗൾഫിൽ പോണം. നമ്മളെ വീരാൻ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞിറക്കിയത്. വീര അലഞ്ഞ് തിരിഞ്ഞിറക്കിയത് മാർക്കറ്റിലൊക്കെ. അവിടെ അങ്ങനെ നെതിചണ്ടി വാരി വിൽക്കണ പരിയെന്നു ഇന്നും ചേച്ചും ബുക്ക് ചോദിച്ചു. ആ പരിപാടി ഇപ്പൊ 2 നില പെരയാണ്. ഗൾഫ് പോയിട്ടല്ലോ ഇതൊക്കെ. അതന്നെ ഞാൻ പറഞ്ഞു പോണം എന്ന് പറഞ്ഞു. ഇനി പെണ്ണുങ്ങളും കുട്ടികളും ആലോചിച്ചാണ്ട് പോണോ പോണ്ടേന്നുള്ളത് ഇജ്ജ് തന്നെ തീരുമാനിച്ചോളാം. കുട്ടപ്പായി വിട്ടാലോ? അല്ല ഞാൻ ഗൾഫ് പോണ്ടേ? ഇജ്ജൊന്നും ഗൾഫ് പോണ്ടടാ. ഇജ്ജൊക്കെ ഇവിടെ ഇങ്ങനെ നരകിച്ച് ഇങ്ങനെ നടക്കും.